ഇഡിക്കെതിരെ വിമർശനവുമായി CPM മുഖപ്രസംഗം ഈ അവസരത്തിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഇഡിയുടെ അഴിമതി മുഖം തുറന്നു കാട്ടപ്പെട്ടെന്ന ദേശാഭിമാനിയുടെ മുഖപ്രസംഗം BJP-ക്കാർക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാനുള്ള സംവിധാനമാണ് ഇഡി. കൊടകര കുഴൽപ്പണക്കേസിൽ BJP-ക്കാരെ ഇഡി രക്ഷപ്പെടുത്തിയെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സെയ്ഫ്, ഇപ്പോൾ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന വിജിലൻസ് അന്വേഷണം, ഒപ്പം തന്നെ ഇഡി നടത്തുന്ന ആഭ്യന്തര അന്വേഷണമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഒരുപക്ഷെ മുഴുവൻ സ്ഥലത്തും ഇന്ത്യയിലാകെ ഒരു വലിയ ശ്രദ്ധ ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കണം. കാരണം ഇഡിക്കെതിരെ അത്ര വലിയ ആരോപണങ്ങൾ, ഇഡിയെ ദുരുപയോഗം ചെയ്യുന്നു കേന്ദ്രം തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അവരുടെ വാദങ്ങൾക്ക് ബലമേകുന്ന തരത്തിലുള്ള കേസ് കൂടിയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ ഇഡിയുടെ 3-ാം യൂണിറ്റാണ് ഇതിൽ പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതീവ പ്രാധാന്യം നൽകുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിമർശനം തന്നെയാണോ CPM മുഖപ്രസംഗത്തിലും പറയുന്നത്? പോലെ തന്നെ ഇന്ത്യയിൽ ഉടനീളം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും. കാരണം പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും ഉന്നയിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇഡി എന്നുള്ളതായിരുന്നു. കേരളത്തിൽ അത് CPM കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ്. അത് തെളിയിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ CPM-ന്റെ കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ CPM ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പത്രക്കുറിപ്പും ഇന്നത്തെ ദേശാഭിമാനി എഡിറ്റോറിയലും എല്ലാം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ദേശാഭിമാനി എഡിറ്റോറിയൽ കണക്കുകൾ നിരത്തി ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇഡിയുടെ അഴിമതി മുഖമാണ് തുറന്നു കാട്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. നൂറുകണക്കിന് കേസുകൾ എല്ലാ വർഷവും ഇഡി രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിലും ശിക്ഷാ നിരക്ക് 5% താഴെ മാത്രമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇഡി എടുത്ത 193 കേസുകളിൽ 2 മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് എന്ന് രാജ്യസഭയിൽ CPM-ന്റെ MP ആയ A റഹീമിന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അതായത് രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രതിയാക്കുന്ന കേസുകൾ തെളിയിക്കാൻ വേണ്ടി ഇഡിക്ക് കഴിയുന്നില്ല. അത് വെറും രാഷ്ട്രീയ വേട്ടയായി മാറുകയാണ്. അതിനൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട BJP-യുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇഡി ആത്മാർത്ഥമായ അന്വേഷണം നടത്തുന്നില്ല. അതിപ്പോ സൂചിപ്പിച്ച പോലെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് അവർ നിരന്തരമായി കോടതി ആവശ്യപ്പെട്ടിട്ടാണ് അവര് ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറായത്. എന്നിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, K സുരേന്ദ്രൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇഡിയുടെ മുഖം, അഴിമതി മുഖം തെളിയുന്ന തരത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അതിന് കൊല്ലത്തെ ഈ വ്യവസായി നൽകിയ പരാതി കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. വിജിലൻസ് അതിനകത്ത് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രതികളെ ഉറപ്പായും പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഈ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത്. CPM-ന്റെ മൊത്തത്തിലുള്ള നീക്കങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ വിജിലൻസിന്റെ അന്വേഷണവും ഇഡിക്കെതിരായി ആരോപണവും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. വലിയ രാഷ്ട്രീയ പ്രചരണം ഇഡിക്കെതിരെ നടത്താനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സെയ്ഫ്, അത്തരം നീക്കങ്ങൾ തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇഡി തന്നെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ ആളുകളെ അവരെ മുൾമുനയിൽ നിർത്തിയിരുന്ന ഇഡി അന്വേഷണത്തിനെതിരെ, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരമൊരു ആരോപണം വരുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ആയുധമായി CPM-ഉം കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം പ്രചാരണങ്ങൾക്ക് കൂടിയാകും വരും ദിവസങ്ങളിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുക. സെയ്ഫ് സൈനുലാബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.